ബ്ലോക്ക് 2-ലെ സുബന്ധ പരിചയ എന്ന ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1, 2 1, 2 യൂണിറ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അവിടെ എന്തൊക്കെയാണ് നമ്മൾ നാമപദങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഇതൊക്കെ ബാലശബ്ദം പഠിച്ചു, ലതാശബ്ദം പഠിച്ചു, ഗുരുശബ്ദം, പിതൃശബ്ദം, കവിശബ്ദം, വനശബ്ദം, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്നത് യൂണിറ്റ് 3-ല് നോക്കിയാൽ കാണാം, അസ്മത് ശബ്ദ യുഷ്മത് ശബ്ദ ച. അസ്മത് ശബ്ദവും യുഷ്മത് ശബ്ദവും. അസ്മത് എന്ന് പറഞ്ഞാൽ എൻ്റെ, എനിക്ക്, നമ്മുടെ എന്ന അർത്ഥത്തിൽ വരുന്ന പദങ്ങൾ. യുഷ്മത് ശബ്ദ എന്ന് പറഞ്ഞാൽ നീ, നിങ്ങൾ, നിങ്ങളുടെ എന്ന അർത്ഥത്തിൽ വരുന്ന ശബ്ദം. അപ്പൊ ഈ അസ്മത് ഞാൻ, ഞങ്ങൾ, നമ്മുടെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ, പിന്നെ നീ, നിങ്ങൾ, നിങ്ങളെല്ലാവരും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ. ഇവയെ എങ്ങനെയാണ് 7 വിഭക്തികളിലും പ്രയോഗിക്കേണ്ടത് എന്നാണ് ഇനി വരുന്ന യൂണിറ്റിൽ പറയുന്നത്. അപ്പോ അതെങ്ങനെയാണ്? അസ്മത് ശബ്ദമാണ്, അങ്ങനെയാണ് നമ്മൾ അതിന് പറയാം. അസ്മത് ശബ്ദ. അതിന്റെ അവസാനത്തിൽ എങ്ങനെയാ അവസാനിക്കുന്നത്? ദ. അസ്മത്. അപ്പോൾ ദകാരാന്തം, ദയിൽ അവസാനിക്കുന്ന പദമായിട്ടുള്ള എന്താണ്? ദകാരാന്ത ത്രിഷു ലിംഗേഷു. ത്രിഷു എന്ന് പറഞ്ഞാൽ 3, ലിംഗേഷു ലിംഗങ്ങളിലും, അതായത് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നീ 3 ലിംഗങ്ങളിലും സമാനഹ ഒരുപോലെയുള്ളതും, അതായത് ലിംഗങ്ങൾക്കനുസരിച്ച് വ്യത്യാസമില്ല. അപ്പൊ ബാലശബ്ദം പുല്ലിംഗത്തിലാണെന്ന് പറഞ്ഞു, ലതാശബ്ദം സ്ത്രീലിംഗമാണെന്ന് പറഞ്ഞു, വനശബ്ദം നപുംസകലിംഗത്തിലാണ് എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് അർത്ഥവും പ്രയോഗിച്ചു. ഇതിനെന്തില്ല? അസ്മത് ശബ്ദത്തിനും യുഷ്മത് ശബ്ദത്തിനും, ഇപ്പൊ ഞാൻ, എനിക്ക്, ഞങ്ങളുടെ എന്നൊക്കെ പറയാനും നീ, നിങ്ങൾ, നിങ്ങളുടെ എന്ന് പറയാനും എന്താണ്? ലിംഗ വ്യത്യാസം ഇല്ല. അത് 3 ലിംഗങ്ങളിലും ഈ പറയുന്ന രൂപങ്ങളിൽ തന്നെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. ദകാരാന്ത, ദ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നതും, ത്രിഷു ലിംഗേഷു സമാനഹ 3 ലിംഗങ്ങളിലും ഒരുപോലെയുള്ളതുമായിട്ടുള്ള അസ്മത് ശബ്ദമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ വിഭക്തികൾ കൊടുത്തിട്ടുണ്ട്. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി. അതിലെന്തില്ല? സംബോധന പ്രഥമ വരുന്നില്ല. എന്താണ്? ഞാൻ, അല്ലയോ, ഞാനേ എന്ന് നമ്മൾ സംബോധന ചെയ്യില്ല ഒരിക്കലും. ഇപ്പൊ ഞാൻ, എൻ്റെ, എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ അല്ലയോ, ഞാനേ നമ്മൾ സ്വയം പറയും. അല്ലയോ എന്ന് നമ്മൾ മനസ്സിനോട് ചോദിക്കുന്ന പോലെ കവികൾ പറയും. പക്ഷെ നമ്മൾ ഒരു വ്യവഹാരം ചെയ്യുമ്പോൾ, സംഭാഷണം ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനെ അല്ലയോ എന്ന് എന്നെ തന്നെ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ സംബോധന ചെയ്യില്ല. അതുകൊണ്ട് എന്തില്ല? അസ്മത് ശബ്ദത്തിനും യുഷ്മത് ശബ്ദത്തിനും സംബോധന പ്രഥമ എന്നൊന്നില്ല. 7 വിഭക്തികളുടെ രൂപം മാത്രമേ ഉള്ളൂ. അതിൽ പ്രഥമ വിഭക്തിയിൽ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം അഹം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, മമ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ സംസ്കൃത ഭാഷ ആ കൃത്യമായിട്ടുള്ള അർത്ഥത്തിൽ, നമുക്ക് പല സ്ഥലങ്ങളിലും എൻ്റെ, എനിക്ക്, എനിക്ക് വേണ്ടി, എനിക്ക് തരൂ ഒക്കെ പറയേണ്ടി വരും. ആ സന്ദർഭങ്ങളിൽ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പ്രഥമ വിഭക്തിയിൽ എങ്ങനെയാ വരുന്നത്? അതെന്താ വായിക്കുക? അഹം, ആവാം, വയം. ഏകവചനം അഹം എന്നാണ്. ദ്വിവചനം എന്താണ്? ആവാം എന്നാണ്. ബഹുവചനം വയം എന്നാണ്. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, ഞാൻ ഒരാൾ. ആവാം ഞങ്ങൾ 2 പേർ. വയം ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾ 3 പേർ അല്ലെങ്കിൽ 3-ൽ കൂടുതൽ പേർ. അപ്പൊ ഞങ്ങൾ. ദ്വിതീയ വിഭക്തി നോക്കൂ. മാം, ബ്രാക്കറ്റില് മാ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം മാം എന്നോ മാ എന്നോ പ്രയോഗിക്കാം. അതുപോലെ ദ്വിവചനത്തിലോ ആവാം, ബ്രാക്കറ്റില് നൗ എന്നും, ആവാം എന്നോ അല്ലെങ്കിൽ നൗ എന്നോ പ്രയോഗിക്കാം. ബഹുവചനത്തിലോ അസ്മാൻ,
നഹ. അസ്മാൻ എന്നോ നഹ എന്നോ പ്രയോഗിക്കാം. അപ്പൊ ദ്വിതീയയില് ഏകവചനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാം, എന്നെ, എന്നോട്, എന്നിലേക്ക് എന്ന അർത്ഥത്തിൽ മാം എന്നോ അല്ലെങ്കിൽ മാ എന്ന് മാത്രമായോ പ്രയോഗിക്കാം. എന്നെ വിളിച്ചു, മാം ആഹ്വയത്. എന്നോട് പറഞ്ഞു, മാം അവതത്. അതിന് മാം എന്നതിന് പകരം എന്തുപയോഗിക്കാം? മാ എന്ന് മാത്രമായും പ്രയോഗിക്കാം. അർത്ഥത്തിൽ വ്യത്യാസം വരില്ല. ദ്വിവചനത്തിൽ എന്താണ്? ആവാം അല്ലെങ്കിൽ നൗ. ഞങ്ങൾ രണ്ടുപേരോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരെ വിളിച്ചു, ഞങ്ങൾ രണ്ടുപേരിലേക്ക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആവാം എന്നോ നൗ എന്നോ ഉപയോഗിക്കാം. അപ്പോൾ ആവാം അവതത്, ഞങ്ങൾ രണ്ടുപേരോടായി പറഞ്ഞു. അസ്മാൻ നഹ. അസ്മാൻ ഞങ്ങളോട്, ഞങ്ങളെ, ഞങ്ങളിലേക്ക് എന്ന അർത്ഥത്തിൽ എന്താണ്? അസ്മാൻ എന്നോ അല്ലെങ്കിൽ നഹ എന്നോ പ്രയോഗിക്കാം. ഈ രണ്ടും പ്രയോഗിക്കാം. രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം, ഒരു വാചകത്തിൽ ഒരെണ്ണം. അർത്ഥത്തിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അഹം, ആവാം, വയം പ്രഥമാവിഭക്തി, മാം, മാ, ആവാം, നൗ, അസ്മാൻ, നഹ എന്നത് ദ്വിതീയ വിഭക്തി. ഇനി തൃതീയ വിഭക്തിയിൽ എങ്ങനെയാണ്? മയാ ആവാഭ്യാം അസ്മാഭിഹി. മയാ എന്ന് പറഞ്ഞാൽ എന്നാൽ, ഞാൻ കാരണം, എന്നിലൂടെ, എന്നെ കൊണ്ട് എന്നൊക്കെ അർത്ഥത്തിൽ മയാ എന്ന് പ്രയോഗിക്കാം. അത് ദ്വിവചനത്തിൽ എങ്ങനെ വരും? ആവാഭ്യാം, ഞങ്ങൾ രണ്ടുപേരാൽ, ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട്, ഞങ്ങൾ രണ്ടുപേരിലൂടെ, ഞങ്ങൾ രണ്ടുപേർ കാരണം എന്നൊക്കെ പറയാന് ആവാഭ്യാം എന്ന് പ്രയോഗിക്കാം. അസ്മാഭിഹി ഞങ്ങളെ കൊണ്ട്, ഞങ്ങൾ കാരണം, ഞങ്ങളിലൂടെ, ഞങ്ങളോട് കൂടെ എന്നൊക്കെ പറയാൻ എന്താണ്? അസ്മാഭിഹി എന്നാണ് പ്രയോഗിക്കേണ്ടത്. ചതുർത്ഥി വിഭക്തി മഹ്യം, മേ. ഇപ്പൊ മഹ്യം എന്നോ മേ എന്നോ ഉപയോഗിക്കാം. ഏതർത്ഥത്തിൽ? എനിക്കായിക്കൊണ്ട്, എനിക്കു വേണ്ടി എന്ന അർത്ഥത്തിൽ മഹ്യം അല്ലെങ്കിൽ മേ. ഇപ്പൊ മേ പുസ്തകം ദദാതു, എനിക്ക് പുസ്തകം തരൂ. മഹ്യം ഓദനം ദദാതു, എനിക്കായിക്കൊണ്ട് ഓദനം ചോറ് തരൂ. അപ്പോൾ മഹ്യം എന്നോ മേ എന്നോ ഏതർത്ഥത്തിൽ പ്രയോഗിക്കാം? എനിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിക്കൊണ്ട്, വേണ്ടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. ആവാഭ്യാം നൗ എന്നത് എന്താണ്? ദ്വിവചനത്തിലാണ്. ഞങ്ങൾ രണ്ടു പേർക്കു വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടു പേർക്കായിക്കൊണ്ട് എന്ന അർത്ഥത്തിൽ ആവാഭ്യാം എന്നോ നൗ എന്നോ പ്രയോഗിക്കാം. പിന്നെ ബഹുവചനത്തിലോ അസ്മഭ്യം എന്നോ നഹ എന്നോ പ്രയോഗിക്കാം. അപ്പോൾ ഞങ്ങൾക്കായിക്കൊണ്ട്, ഞങ്ങൾക്കു വേണ്ടി എന്നർത്ഥത്തിൽ അസ്മഭ്യം അല്ലെങ്കിൽ നഹ. നഹ എന്ന് മാത്രം എഴുതിയാലും എന്തർത്ഥം വരും? ഞങ്ങൾക്കായിക്കൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി എന്നർത്ഥം കിട്ടും. അപ്പോൾ മഹ്യം മേ, ആവാഭ്യാം നൗ, അസ്മഭ്യം നഹ എന്നത് ചതുർത്ഥി വിഭക്തിയിലെ രൂപങ്ങളാണ്. ഇനി പഞ്ചമിയിൽ എങ്ങനെയാണ്? മത്. മത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? പഞ്ചമിക്ക് അർത്ഥം അതിൽ നിന്ന്, അതിനേക്കാളും. മത് എന്നതിന് എന്താണ് അർത്ഥം? എന്നിൽ നിന്ന്, എന്നെക്കാളും. ആവാഭ്യാം ഞങ്ങളിൽ നിന്ന്, ഞങ്ങൾ രണ്ടുപേരിൽ നിന്ന്, ഞങ്ങൾ രണ്ടുപേരെക്കാളും. അസ്മത് ഞങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളെക്കാളും. അപ്പോൾ മത്, ആവാഭ്യാം, അസ്മത് എന്നത് പഞ്ചമി വിഭക്തിയിലെ രൂപമാണ്. ഇനി ഷഷ്ഠി വിഭക്തിയിലോ എൻ്റെ, എനിക്ക് എന്നൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതിനെങ്ങനെ വേണം? മമ അല്ലെങ്കിൽ മേ എന്ന് ഏകവചനത്തിൽ പറയണം. അപ്പൊ ഞാൻ ഒരാളെ ഉള്ളൂ എങ്കിൽ എൻ്റെ, എൻ്റെ പേര്, മമ നാമ. മേ എനിക്ക്, എനിക്ക് വീട്ടിൽ പോകണം. മേ ഗൃഹം ഗന്തവ്യം. അപ്പോൾ മമ മേ എന്നത് എൻ്റെ, എനിക്ക് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഇനി ആവയോഹോ ഞങ്ങൾ രണ്ടുപേരുടെ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്ക്, ആവയോഹോ അല്ലെങ്കിൽ നൗ എന്നോ ഉപയോഗിക്കാം. അപ്പൊ രണ്ടിനും ആവയോഹോ അല്ലെങ്കിൽ നൗ ഇതൊക്കെ എന്താണ് അർത്ഥം? ഞങ്ങൾ രണ്ടുപേർക്ക് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ. അസ്മാകം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്നാണ് അർത്ഥം.
അതിന് അസ്മാകം എന്നോ നഹ എന്നോ പ്രയോഗിക്കാം. അപ്പോൾ രണ്ട് തരത്തിലും പ്രയോഗിക്കുകയാണെങ്കിൽ എന്താണ് അർത്ഥം? ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നമുക്ക്, ഞങ്ങൾക്ക് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ മമ മേ ആവയോഹോ നൗ അസ്മാകം നഹ എന്നാണ് ഷഷ്ഠി വിഭക്തിക്ക് അർത്ഥം. അടുത്തത് സപ്തമി വിഭക്തിയാണ്. സപ്തമിക്ക് എന്തർത്ഥം പറഞ്ഞു? അതിൽ വച്ച് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മൈ എന്നതിന് എന്തായിരിക്കും അർത്ഥം? എന്നിൽ വച്ച്. ആവയോഹോ ഞങ്ങൾ രണ്ടുപേരിൽ വച്ച്. അസ്മാസു ഞങ്ങളിൽ വച്ച്. ഇങ്ങനെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഞാൻ രശ്മിയാകുന്നു, അഹം രശ്മി അസ്മി എന്നത് പ്രഥമാ വിഭക്തിയിൽ വരും. ഞങ്ങൾ രണ്ടുപേർ വിദ്യാലയത്തിലേക്ക് പോകുന്നു. ആവാം വിദ്യാലയം ഗച്ഛാവഹ. ഞങ്ങൾ രണ്ടുപേർ പോകുന്നു. ഞങ്ങൾ എല്ലാവരും പോകുന്നു എന്നാണെങ്കിൽ വയം ഗച്ഛാമഹ. ഞങ്ങൾ എല്ലാവരും. ഇനി എന്നോട് പറഞ്ഞു, മാം അവദത് ദ്വിതീയയിൽ വരും. ഞങ്ങൾ രണ്ടുപേരോട് പറഞ്ഞു എന്നാകുമ്പോഴോ ആവാം അവദത്. ഞങ്ങളോട് പറഞ്ഞു എന്നാണെങ്കിലോ അസ്മാൻ അവദത്. ഇനി എന്നാൽ കഴിയുന്നത് എന്ന് നമുക്ക് പറയണമെങ്കിൽ മയാ എന്ന് പ്രയോഗിക്കണം. ഞങ്ങൾ രണ്ടുപേരാൽ എന്നാണെങ്കിലോ ആവാഭ്യാം. ഞങ്ങളാൽ എന്നാണെങ്കിലോ അസ്മാഭിഹി, അല്ലെങ്കിൽ ഞങ്ങൾ കാരണം എന്ന അർത്ഥത്തിലും പ്രയോഗിക്കാവുന്നതാണ്. ചതുർത്ഥി മഹ്യം എനിക്കായിക്കൊണ്ട് എന്നർത്ഥത്തിൽ. ആവാഭ്യം എന്നോ ഞങ്ങൾ രണ്ടുപേർക്കായിക്കൊണ്ട്. ഇനി അസ്മഭ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കായിക്കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി. ഇനി പഞ്ചമി ഭക്തിയിലോ മത് ആവാഭ്യാം അസ്മത് എന്നിൽ നിന്ന്, ഞങ്ങൾ രണ്ടുപേരിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെക്കാളും. ബഹുവചനത്തിലോ ഞങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളെക്കാളും. ഷഷ്ഠി ഭക്തിയില് എന്താണ്? മമ മേ ആവയോഹോ നൗ അസ്മാകം നഹ എനിക്ക്, ഞങ്ങൾ രണ്ടുപേരുടെ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്ക്, ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് എന്ന അർത്ഥത്തിൽ. സപ്തമി ഭക്തിയിൽ എന്താണ്? മൈ ആവയോഹോ അസ്മാസു. ഞങ്ങളിൽ, ഞങ്ങൾ രണ്ടുപേരിൽ അല്ലെങ്കിൽ ഞങ്ങളിൽ എല്ലാവരും എന്ന അർത്ഥത്തിൽ സപ്തമി ഭക്തിയിൽ പ്രയോഗിക്കണം. അടുത്തത് വരുന്നത് എന്താണ്? അസ്മത് ശബ്ദം പോലെ തന്നെ നീ, നിങ്ങൾ, നിങ്ങൾക്ക് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് യുഷ്മത് ശബ്ദം. അതും എന്താണ്? ദകാരാന്തഃ ത്രിഷു ലിംഗേഷു സമാനഃ യുഷ്മത് ശബ്ദഃ. ദകാരാന്തം ദ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നതും 3 ലിംഗങ്ങളിലും ഒരുപോലെയുള്ളതുമായ, പുരുഷനായാലും സ്ത്രീയായാലും നപുംസകലിംഗത്തിലായാലും എന്തായിരിക്കും? ഈ യുഷ്മത് ശബ്ദത്തിന്റെ പ്രയോഗം ഒരുപോലെ തന്നെയായിരിക്കും. അസ്മതിന്റെയും ഒരുപോലെ തന്നെയായിരിക്കും. അതില് വ്യത്യാസമൊന്നും വരുന്നില്ല. യുഷ്മത് ശബ്ദം എങ്ങനെയാണ്? പ്രഥമാ വിഭക്തിയിൽ ത്വം, യുവാം, യൂയം. ത്വം എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ എന്നാണ് അർത്ഥം. ത്വം എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ. യുവാം എന്ന് പറഞ്ഞാലോ നിങ്ങൾ രണ്ടുപേർ. യൂയം നിങ്ങൾ എല്ലാവരും, നിങ്ങൾ കുറെ പേർ എന്നാണ് അർത്ഥം. ദ്വിതീയ വിഭക്തിയിലോ ത്വാം അല്ലെങ്കിൽ ത്വാ, യുവാം അല്ലെങ്കിൽ വാം, യുഷ്മാൻ അല്ലെങ്കിൽ വഹ. ഏകവചനത്തിൽ ത്വാം എന്നോ ത്വാ എന്നോ ഉപയോഗിക്കാം. അർത്ഥം എന്താണ്? നിന്നെ, നിന്നോട്, നിന്നിലേക്ക് എന്നാണ് അർത്ഥം. അതിനെ, അതിനോട്, അതിലേക്ക്. ദ്വിവചനം യുവാം അല്ലെങ്കിൽ വാം എന്ന് ഉപയോഗിക്കാം. നിങ്ങൾ രണ്ടുപേരോട്, നിങ്ങൾ രണ്ടുപേരെ, നിങ്ങൾ രണ്ടുപേരിലേക്ക്. യുഷ്മാൻ വഹ നിങ്ങൾ, നിങ്ങളോട്, നിങ്ങളെ, നിങ്ങളിലേക്ക് എന്ന അർത്ഥത്തിലാണ് യുഷ്മാൻ എന്നോ വഹ എന്നോ ഉപയോഗിക്കേണ്ടത്. തൃതീയ വിഭക്തിയിൽ എങ്ങനെയാണ്? ത്വയാ യുവാഭ്യാം യുഷ്മാഭിഹി. നിന്നാൽ, നീ കാരണം, നിന്നിലൂടെ എന്നൊക്കെ പറയണമെങ്കിൽ ത്വയാ. യുവാഭ്യാം നിങ്ങൾ രണ്ടുപേർ കാരണം, നിങ്ങൾ രണ്ടുപേരെ കൊണ്ട്, നിങ്ങൾ രണ്ടുപേരിലൂടെ.
യുഷ്മാഭിഹി നിങ്ങൾ കാരണം, നിങ്ങളിലൂടെ, നിങ്ങളെ കൊണ്ട് എന്നർത്ഥത്തിൽ. ചതുർത്ഥി ഭക്തിക്ക് എന്തായിരുന്നു അർത്ഥം? ആയിക്കൊണ്ട്, അതിനു വേണ്ടി. അപ്പൊ എന്താണ്? തുഭ്യം അല്ലെങ്കിൽ തേ എന്ന് ഉപയോഗിക്കാം ഏകവചനത്തിൽ. തുഭ്യം നിനക്കായിക്കൊണ്ട്, തേ എന്ന് പറഞ്ഞാലും നിനക്കായിക്കൊണ്ട്, നിനക്കു വേണ്ടി എന്നാണ് അർത്ഥം. യുവാഭ്യാം അല്ലെങ്കിൽ വാം നിങ്ങൾ രണ്ടു പേർക്ക് വേണ്ടി, നിങ്ങൾ രണ്ടു പേർക്കായിക്കൊണ്ട്. യുഷ്മഭ്യം വഹ, യുഷ്മഭ്യം എന്നോ വഹ എന്നോ ഉപയോഗിക്കാം. എന്തായിരിക്കും അർത്ഥം? നിങ്ങൾക്കായിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി. ഇനി പഞ്ചമി ഭക്തിയിൽ എങ്ങനെയാ വരുന്നത്? ത്വത് യുവാഭ്യാം യുഷ്മത്, ത്വത് നിന്നിൽ നിന്ന്, നിന്നെക്കാളും. യുവാഭ്യാം നിങ്ങൾ രണ്ടുപേരിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെക്കാളും. യുഷ്മത് നിങ്ങളിൽ നിന്ന്, നിങ്ങളെക്കാളും എന്ന അർത്ഥത്തിലാണ്. ഷഷ്ഠി ഭക്തി കൊടുത്തിട്ടുണ്ട്. തവ തേ യുവയോഹോ വാം യുഷ്മാകം വഹ. അപ്പോൾ അഹം എന്നുള്ളതിന്റെ എന്ത് പറഞ്ഞു? മമ ആവയോഹോ അസ്മാകം. അതെന്തായിരുന്നു അർത്ഥം? എൻ്റെ, ഞങ്ങൾ രണ്ടുപേരുടെ, ഞങ്ങൾ എല്ലാവരുടെ അല്ലെങ്കിൽ നമ്മുടെ. അപ്പൊ ഇവിടെ യുഷ്മത് എന്നുള്ളതിന് എന്തായിരിക്കും വരുന്നത്? നിന്റെ. തവ എന്ന് പറഞ്ഞാൽ നിന്റെ. തവ നാമക്കിം, നിന്റെ പേരെന്താണ്? അപ്പൊ തവ എന്നതിന് പകരം എന്തുപയോഗിക്കാം? ഏകവചനത്തിൽ തേ എന്ന് മാത്രമായും ഉപയോഗിക്കാം. ദ്വിവചനത്തിൽ യുവയോഹോ നിങ്ങൾ രണ്ടുപേരുടെ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്ക്. അത് യുവയോഹോ എന്നോ വാം എന്നോ ഉപയോഗിക്കാം, അർത്ഥത്തിൽ വ്യത്യാസമില്ല. യുഷ്മാകം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിങ്ങളുടെ, നിങ്ങൾക്ക്. അതിന് യുഷ്മാകം എന്നതിന് പകരം വഹ എന്നും ഉപയോഗിക്കാം. ഇനി സപ്തമി ഭക്തിയിലെ ത്വയി നിന്നിൽ അല്ലെങ്കിൽ നിങ്ങൾ, നിന്നിൽ വച്ച് എന്ന് പറയാൻ ത്വയി എന്ന് ഉപയോഗിക്കണം ഏകവചനത്തില്. ദ്വിവചനത്തിലോ യുവയോഹോ നിങ്ങൾ രണ്ടുപേരിൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരിൽ വച്ച്. ബഹുവചനത്തിൽ എന്താണ്? യുഷ്മാസു നിങ്ങളിൽ വച്ച് അല്ലെങ്കിൽ നിങ്ങളിൽ എന്നർത്ഥത്തിൽ യുഷ്മാസു. അപ്പോൾ നീ, നിങ്ങൾ, നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക്, നിന്റെ, നിങ്ങൾക്കു വേണ്ടി എന്നീയുള്ള അർത്ഥത്തിലാണ് യുഷ്മ ശബ്ദം പ്രയോഗിക്കുന്നത്. അത് എങ്ങനെയാ തുടങ്ങുന്നത്? ത്വം എന്നാണ് തുടങ്ങുന്നത്. ത്വം എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ. അതിന്റെ രൂപം വരുന്നത് എങ്ങനെയാണ്? പ്രഥമയില് ത്വം യുവാം യൂയം, ദ്വിതീയ ത്വാം ത്വാ യുവാം വാം യുഷ്മാൻ വഹ, തൃതീയ ത്വയാ യുവാഭ്യാം യുഷ്മാഭിഹി, ചതുർത്ഥി തുഭ്യം തേ യുവാഭ്യാം വാം യുഷ്മഭ്യം വഹ, പഞ്ചമി ത്വത് യുവാഭ്യാം യുഷ്മത്, ഷഷ്ഠി തവ തേ യുവയോഹോ വാം യുഷ്മാകം വഹ, സപ്തമി ത്വയി യുവയോഹോ യുഷ്മാസു. ഓരോ അർത്ഥത്തിലും ഏത് പദം ഏത് വിഭക്തിയിൽ ഏത് വചനത്തിൽ പ്രയോഗിക്കണം എന്നത് ഇത് ടേബിൾ അങ്ങനെ എഴുതിയിട്ട് അതിന്റെ അർത്ഥം വെച്ച് എഴുതുക. ഞാൻ, ഞങ്ങൾ രണ്ടുപേർ, ഞങ്ങൾ കുറേ പേർ. നീ, നിങ്ങൾ രണ്ടുപേർ, നിങ്ങൾ കുറേ പേർ. എന്നിട്ട് നിന്റെ, ഞങ്ങളുടെ, അങ്ങനെ ഓരോന്നിൻ്റെയും അർത്ഥം എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി ഇതിൽ ഈ രണ്ടെണ്ണത്തിലും ഈ പദങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. വേറെ പദങ്ങൾ ഇതുപോലെ പ്രയോഗിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നേ ഉള്ളൂ, ഇതിന് മാറ്റമൊന്നുമില്ല. 7 വിഭക്തികളിലും ഇങ്ങനെ തന്നെയാണ് വരിക. 3 ലിംഗങ്ങളിലും, പുല്ലിംഗമാണെങ്കിലും സ്ത്രീലിംഗമാണെങ്കിലും നപുംസകലിംഗമാണെങ്കിലും അസ്മത് ശബ്ദവും യുഷ്മത് ശബ്ദവും ഈ ടേബിളുകളിൽ കൊടുത്ത പോലെ തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. അപ്പം അത് അർത്ഥം മനസ്സിലാക്കി ഓരോ വിഭക്തിയുടെയും അർത്ഥത്തിനനുസരിച്ച് ഓരോ വിഭക്തിയിലെയും രൂപങ്ങൾ ഏതാണ് എന്ന് ആദ്യം പഠിച്ചു വെക്കുക. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഓരോ വിഭക്തിയുടെയും അർത്ഥം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിനനുസരിച്ച് ഏത് വിഭക്തിയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വിഭക്തിയുടെ രൂപം എഴുതുകയാണെങ്കിൽ നമുക്ക് അർത്ഥം തെറ്റാതെ വാചകം എഴുതാൻ സാധിക്കും. അപ്പോൾ അസ്മത് ശബ്ദവും യുഷ്മത് ശബ്ദവുമാണ് യൂണിറ്റ് 3യിൽ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് യൂണിറ്റ് 3 മാത്രമാണ് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.